മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കരിമീൻ വെച്ചിട്ടുള്ള ഒരു ഫിഷ് മോളി തയ്യാറാക്കാം. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 3 കരിമീൻ ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം മസാലയൊക്കെ പരട്ടിയിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മീനിലേക്ക് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കാം. ഇതിപ്പോൾ മീനിലേക്ക് ഞാനെല്ലാം പുരട്ടിയിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഇത് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് 2 സവാളയും 1 കഷ്ണം ഇഞ്ചിയും 4-5 വെളുത്തുള്ളിയും 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. സവാള സ്ലൈസ് ചെയ്ത് പച്ചമുളക് നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. നമ്മളിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് പച്ചമുളകാണ്. അതുകൊണ്ട് എടുക്കുമ്പം നമുക്ക് എത്രയാണോ എരിവ് ആവശ്യമുള്ളത് അതനുസരിച്ചുള്ള പച്ചമുളക് എടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള പച്ചമുളകാണ്. നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാനിലേക്ക് മീൻ വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മീൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിരിച്ചും മറിച്ചുവിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് വെന്ത് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണ്ട. 2 വശം ഒന്ന് നന്നായിട്ടൊന്ന് പൊള്ളിച്ച് അങ്ങ് എടുത്താൽ മതി. നമുക്കിത് പിന്നീട് വേവിച്ചെടുക്കാനുള്ളതാണ്. ഇപ്പോൾ മീൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. മീൻ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ കറി തയ്യാറാക്കുന്ന പാനിലേക്ക് മീൻ വറുത്തലിൽ നിന്ന് ബാക്കിയുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം ഓയിലും കൂടി നമുക്ക് വേറെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിലൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ഇതിലേക്ക് 1 കഷ്ണം പട്ടയും 4 ഏലക്കയും 4 ഗ്രാമ്പും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഞാനിവിടെ ഇതിലേക്ക് ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാളയിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടി നമ്മളിതിലേക്ക് പച്ചമുളകാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2 കപ്പ് 2-ാം പാലാണ് ചേർക്കുന്നത്. നമ്മുടെ കറിക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ചുള്ള തേങ്ങാപ്പാൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അല്പസമയം ഒന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുമ്പോഴേക്കും നന്നായിട്ടൊന്ന് തിളച്ച് വരും. ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മീൻ വെന്തിട്ടില്ല. അതിൻ്റെ പുറമേ ഒന്ന് നമ്മൾ ഫ്രൈ ആക്കിയതേ ഉള്ളൂ. ഈ തേങ്ങാപ്പാൽ കിടന്ന് മീൻ നന്നായിട്ടൊന്ന് വെന്ത് വരണം. മീൻ ചേർത്തിട്ട് നമ്മൾ തവി വെച്ച് തിളക്കരുത്. ഇതുപോലെ ചട്ടിയൊന്ന് ചുറ്റിച്ചെടുത്താൽ മതി. വേണമെങ്കിൽ ഗ്രേവിയൊക്കെ മീനിൻ്റെ മുകളിലേക്കൊന്ന് ആക്കി വയ്ക്കാം. 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇതുപോലെ വട്ടത്തിൽ മുറിച്ചതും കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു വലിയ തക്കാളിയാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത്. അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് മീൻ നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. തക്കാളിയൊക്കെ എല്ലാം വെന്ത് ഇതിലേക്ക് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 1-ാം പാല് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് 1-ാം പാലാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം.
ഇതിലേക്ക് പുളിക്കായിട്ട് ചേർത്തിട്ടുള്ളത് തക്കാളിയാണ്. തക്കാളിയുടെ പുളി മാത്രം പോരാന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് വിനാഗിരി അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടിയാണ് ചേർത്തിട്ടുള്ളത്. തവി വെച്ച് ഒരുപാട് ഇളക്കാതെ ചട്ടി ഒന്ന് ചുറ്റിച്ച് എടുക്കാം. തേങ്ങയുടെ 1/4 പാല് ചേർത്തിട്ട് കറി തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തെടുക്കണം. കറി ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഫിഷ് മോളി സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. കരിമീൻ തന്നെ ചേർക്കണമെന്നില്ല, നമുക്ക് ഏത് മീൻ വെച്ചിട്ടും ഇതുപോലെ ഫിഷ് മോളി തയ്യാറാക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.